നമ്മൾ ചട്ടിയിലിട്ട അടുത്തൊരു തയ്യാറുന്ന പേര ഇത് വാങ്ങിയപ്പോൾ ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിന് ഈ 2 ബ്രാഞ്ച്, ഇതിന് ഇവിടുന്ന് ഒരു ശിഖരം വന്നിട്ടുണ്ട്, ഇവിടെ ഇച്ചിരി വളർച്ച വന്നു, ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് വാങ്ങിയപ്പോൾ തന്നെ ഇതും ഒരു പേരയ്ക്ക് ഉണ്ടായിരുന്നത് ഇവിടെ. അത് അന്ന് ഇന്ന് അതേപോലെ തന്നെ കണ്ടതിന് പ്രത്യേകിച്ച് വളർച്ചയൊന്നുമില്ല. പിന്നെ അതിന് ശേഷം 2-3 പൂവൊക്കെ വിരിഞ്ഞു, പക്ഷേ ഒക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയ മുട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ സ്റ്റെമ്പിന് ബലമാവാത്ത കാരണം പൂവൊക്കെ കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്റ്റെമ്പ് നല്ല ആരോഗ്യമായി കഴിയുമ്പോൾ പേരയ്ക്ക പൂവ് പിടിക്കും, പേരയ്ക്കാവുമെന്ന് പറഞ്ഞു. ഇവിടെയും പൂക്കൾ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. നമ്മൾ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണം. ഇപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇല്ലേ കേട്ടോ, പയറിൻ്റെ വേസ്റ്റും അതുപോലെ ഒക്കെ ഈ സവാള തൊണ്ട്, മുട്ടത്തൊണ്ട്, നമ്മുടെ സാധനങ്ങളെല്ലാം എൻ്റെ അടി കടക്കിയിട്ട് കൊടുക്കണം. ഇതതിൻ്റെ കൂട്ടത്തിൽ എന്തോ കുമ്പളങ്ങിയോ പടവലങ്ങ എന്തോ സാധനമാണ് മുളച്ച് വന്നാൽ കളഞ്ഞില്ല, അറിയില്ല എന്താ ഉണ്ടാവണമെന്നുള്ളത്. അപ്പോൾ ഈ പേരയുടെ ഇതും നമ്മൾ ആ കപ്പങ്ങയുടെ ഒപ്പം തന്നെ 1.5 മാസം കഴിഞ്ഞ് നവംബറിലിട്ടതാണ്. ഒരു 1.5 മാസം ഗ്രോത്തായി. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതുമ്പോൾ ഭയങ്കര ഈ വെള്ളീച്ചയുടെ ഭയങ്കര ഒരു ശല്യമുണ്ട്. സ്ഥിരം നോക്കിയൊക്കെ നമ്മൾ പറക്കി, കാരണം മരുന്ന് അടിച്ചിട്ടാണ് ഏക്കണില്ല. അപ്പോൾ അതിന് ആരെങ്കിലും എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് തരാം. ഇതിൻ്റെ ഭാവിയിലെ വിശേഷങ്ങൾ ഇങ്ങനത്തെ വീഡിയോയിൽ ചെയ്ത് തരാം.